കുട്ടനാട് CPIM-ൽ പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPIM അംഗങ്ങൾ പാർട്ടി വിട്ട് CPI-ൽ ചേർന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടർച്ചയായി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലാണ് ഒരു 297 പേര് CPI-ൽ മെമ്പർഷിപ്പ് എടുത്തു. നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നാണ് CPI-യുടെ ഒരു പൊതുധാരണയുള്ളത്. ഇന്ന് വിവിധ പാർട്ടികളിൽ നിന്നായി 25 പേർക്ക് അംഗത്വം കൊടുക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ വന്നവരെ സ്വീകരിച്ചു. അതിൽ 18 പേര് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, കുട്ടനാട് CPM-ലേക്ക് അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നേരത്തെ ഒരുപാട് തവണ വാർത്തയായതാണ്. ഇപ്പോൾ ഈ രീതിയിൽ 18 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം 18 പേരായി CPIM വിട്ട് CPI-ലേക്ക് ചേർന്ന സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ടി മാറ്റം ഉണ്ടായത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താ? പ്രജനന്തൊരു രാഷ്ട്രീയ നീക്കമാണ്. നാളെ കുട്ടനാട്ടിൽ CPIM-ന്റെ ഏരിയ സമ്മേളനമാണ്. ആ ഏരിയ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് അവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം വെളിയനാട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കം SFI-ലും DYFI-ലും ഒക്കെ തന്നെ ഭാരവാഹികളായിട്ടുള്ള ഇവരടക്കം 18 പേരാണ് CPIM-ന്റെ മെമ്പർഷിപ്പ് ഒഴിവാക്കി വിടുതൽ കത്ത് നൽകിയ ശേഷം ഇന്ന് CPI-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. CPI-യുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഇവർക്ക് മെമ്പർഷിപ്പ് നൽകി ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട്ടിലടക്കം വലിയ കൊഴിഞ്ഞുപോക്കാണ് CPIM-ന് ഉള്ളത്. അവിടെ ഒരു വിമത നേതാവായിട്ടുണ്ടായിരുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാറിനെ CPIM അംഗമായിരിക്കെ തന്നെയാണ് അവിടെ CPIM കോൺഗ്രസ് സഖ്യവുമായി ചേർന്ന് പഞ്ചായത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ രാജേന്ദ്രകുമാറിനെ പുറത്താക്കിയത്. പിന്നീട് രാജേന്ദ്രകുമാർ CPI-ലേക്ക് പോയി. 297 പേരാണ് അന്ന് CPIM-ൽ നിന്ന് CPI-ലേക്ക് പോയത്. അതിൽ CPI ഏകദേശം 240ഓളം പേർക്ക് ഫുൾ മെമ്പർഷിപ്പ് കൊടുത്തു. ബാക്കിയുള്ളവരെ അനുഭാവികളായി തന്നെ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഓരോ ഘട്ടത്തിലും സ്ക്രൂട്ടിന് വഴി ഈ CPI-ലേക്ക് വരുന്ന ആളുകൾക്ക് നിലവിൽ CPI മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. ശരി മനീഷ്, എന്തായാലും ആലപ്പുഴയിൽ CPIM-ന് തിരിച്ചടിയാണ്. നാളെ കുട്ടനാടിൽ ഏരിയ സമ്മേളനം നടക്കാനിടയ സമയത്താണ് ഇന്നിപ്പോൾ 18 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ CPI-ലേക്ക് മാറിയിരിക്കുന്നത്. എന്താണ് അതിലെ തുടർ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.